അടുത്തതായി നമ്മുടെ കുടുംബാംഗവും നമ്മുടെ എരിയാലക്കുട MLA ഭാര്യമായ ശ്രീമതി മഞ്ജുള അരുണൻ, അവർ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. അദ്ദേഹത്തെ ബഹുമാന്യ അധ്യക്ഷൻ സോമസുന്ദരൻ സ്വാഗതം ആശംസിച്ച സതീഷ് പ്രഭു, ഉദ്ഘാടനം ചെയ്ത അരുണം മാസ്റ്റർ, ആശംസകൾ അർപ്പിച്ച ജയിച്ചേട്ടൻ, KR ബാലേട്ടൻ, വേലായുധേട്ടൻ, KP നാരായണൻ, TP നാരായണൻ, പരസ്പരം വിജയപ്പെടുത്തുന്ന TK രാമചന്ദ്രൻ, നന്ദി അർപ്പിക്കുന്ന മറ്റ് ആൾക്കാർ, വിശിഷ്ട വ്യക്തികൾ, അതോടൊപ്പം ഞങ്ങളുടെ ജ്യേഷ്ഠൻ്റെ മകനും, അതായത് ഞങ്ങളുടെ മകൻ, ബന്ധങ്ങളുടെ ഈഴയെടുപ്പത്തെക്കുറിച്ചൊക്കെ അരുണം മാഷും ജയിച്ചേട്ടനും ഇവിടെ പ്രതിപാദിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മകനാണ്. എല്ലാ കാര്യത്തിലും ഒരു ആൾ പുറത്തു നിന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മകനും ഞങ്ങളോടൊപ്പം ഉണ്ടാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ എന്താ പറയുക, അസുലഭമായൊരു മുഹൂർത്തത്തിനാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിക്കുന്നത്. കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നും ഇപ്പുറത്തുള്ള നിങ്ങളെയെല്ലാം കാണുവാനും നമ്മൾ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് നമ്മൾക്കൊന്നിച്ചിരുന്ന് പറയുവാനും, നമ്മൾ സഹോദരന്മാരാണ് എന്ന് പറയുവാനും സാധിച്ചതിലുള്ള ആ സന്തോഷം ഇതിൻ്റെ സംഘാടകരെയും ഞങ്ങളെ ക്ഷണിച്ച മോഹനേട്ടനടക്കമുള്ള എല്ലാവരെയും ഞാൻ എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മളിവിടെ ഇത് സംഘടിപ്പിച്ചിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വളരെ ഗംഭീരമാണല്ലോ എന്ന്. പണ്ടത്തെ ചരിത്രം പറയുകയാണെങ്കിൽ 2 സഹോദരിമാർ ഈ ഭാഗത്തു നിന്നും കുമ്പളത്ത് പറമ്പിൽ നിന്നും അങ്ങോട്ടേക്ക് വരികയും അവിടെ വല്യടിത്തറ എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്, അവിടെ കുട വയ്ക്കുകയും അവിടുന്ന് പിന്നീടാണ് അവിടെ ആ പ്രദേശം കുമ്പളത്ത് പറമ്പായി മാറുകയും ചെയ്തു എന്നൊക്കെ സാറിൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നോട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ ചരിത്രത്തിൻ്റെ ഫലമായി അവിടെ കൊല്ലാറ എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട്. അവിടെ ചേച്ചിയും കുമ്പളാപറമ്പൽ അനിയത്തിയുമാണ്. അതുകൊണ്ട് ആ 2 ഫാമിലികൾ തമ്മിൽ വിവാഹം കഴിക്കാറില്ല, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നാണ് പറയാറ്. അവിടെ എന്നെ വളരെ ചെറുപ്പത്തിൽ 10-14 വയസ്സിൽ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ്. കുമ്പളാറമ്പിൽ വരുമ്പോൾ അവിടെ ക്ഷേത്രമില്ല. ജയിച്ചേട്ടൻ പറഞ്ഞതുമാതിരി ചാത്തുണ്ണി മാഷ് അമ്പലം പൊളിച്ചു കളയുകയും അവിടെ ഒരു വിദ്യാലയം പഠിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ പലരും അങ്ങനെ പല പ്രശ്നങ്ങളും നോക്കിയപ്പോൾ നമ്മൾക്കൊരു അമ്പലം വേണം, അതിനൊരു സ്ഥലം വേണം എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചിരുന്ന അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്നും തന്ന ആ സ്ഥലത്ത് 12 സെൻറ്റ് ഭൂമി അമ്പലത്തിനായി ഫ്രീ ആയി കൊടുത്തുകൊണ്ട് ഞാനും സുരേഷ് എന്ന് പറയും, കുമ്പളാമ്പിൽ ഞങ്ങളുടെ തന്നെ വേറൊരു ജ്യേഷ്ഠൻ്റെ മകനാണ്, അദ്ദേഹത്തിൻ്റെയും ശ്രമദാനമായി അമ്പലം പണിതും ഇപ്പം വളരെ ഗംഭീരമായിട്ടുണ്ട്. നാളെയാണ് അവിടെ അമ്പലത്തിൻ്റെ ഉത്സവം. പ്രതിഷ്ഠാ ദിനമാണ് നാളെ, ഇടവത്തിലെ ചോദ്യം. ദുഃഖവെള്ളിയാഴ്ച നാളാണ് ഉത്സവമായിട്ട് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം നമ്മളുടെ ഒരു കസിൻ്റെ ഭാര്യ മരണപ്പെടുകയുണ്ടായപ്പോൾ 2 കൂടി ഒന്നിച്ച് ആഘോഷിക്കാം എന്ന തീരുമാനത്തിൽ ഉത്സവവും പ്രതിഷ്ഠാദിനവും ഒന്നിച്ച് ഇടവത്തിലെ ചോദ്യ ദിവസമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെല്ലാം ആ ഉത്സവത്തിൽ പങ്കുകൊള്ളണം. നമ്മൾക്ക് അവിടെയുള്ള മറ്റുള്ളവർക്കും അറിയണ്ടേ, നമ്മുടെ സഹോദരന്മാർ നമ്മളുടെ സ്വന്തം ചോര എത്ര അകലെ കിലോമീറ്ററുകൾക്ക് പുറത്തുണ്ട് എന്ന കാര്യം അവരും അറിയണം. അപ്പോൾ അതിൻ്റെ പ്രധാന നടത്തിപ്പുകാരിൽ ഒരാളായി ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ അറിവിൻ്റെ ഇതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളാണ് നമ്മൾ അറിവിൻ്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞു. ബാലേട്ടനും അതിവിടെ സംസാരിച്ചു അല്ലേ. അത് തന്നെയാണ് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് പറയാം 120ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്, ധാരാളം പേരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് എന്ന് അല്ലേ. നമ്മളുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യം അമ്മയുടെ അമ്മയുണ്ട്. അമ്മ 10 വയസ്സുള്ള പ്രായം. അപ്പോൾ പല്ല് കടിക്കും അത്ര, എപ്പോഴും രാത്രി ഉറക്കത്തിൽ പല്ല് കടിക്കും പറഞ്ഞുകൊണ്ട് പഞ്ചസാരയും കുറച്ച് 1 കിലോ പഞ്ചസാരയും കൊണ്ട് ഗുരുദേവന്റെ കാൽക്കൽ കൊണ്ട് വെച്ച് പറഞ്ഞു, ഇങ്ങനെ പാഞ്ചാലി എന്നാണ് സാറിൻ്റെ അമ്മയുടെ പേര്. നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഗുരുദേവരെ കുറിച്ചൊക്കെ, കാണാനുള്ള ഭാഗ്യമൊന്നും നമ്മുടെ പ്രായം കാലവ്യത്യാസം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഗുരുദേവന്റെ ഒരു പാരമ്പര്യം ഉള്ളൊരു ഫാമിലി തന്നെയാണ് കുമ്പളാർമ്പന്മാർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി. സാറിൻ്റെ അമ്മയുടെ ഒരു മുത്തശ്ശിയുടെ ഇതുണ്ടല്ലോ, അതാണ് ഗുരുദേവരുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് നേരിട്ട്
കാണുവാനും കുടുംബ ബന്ധങ്ങളുടെ ഈഴെടുപ്പം ഒന്നുകൂടി വിളക്കി ചേർക്കുവാനും ഇതുമാതിരിയുള്ള കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചാൽ സംഘാടകരെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം മൂല്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കേണ്ടത് ഈ സാഹചര്യത്തിൻ്റെ സമൂഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന ഒരു പ്രത്യേകത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം കുട്ടികൾ ഇപ്പോൾ പറഞ്ഞില്ലേ, അച്ഛനമ്മയും വൃദ്ധരും കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു എന്നെല്ലാം ബാലേട്ടൻ ഇവിടെ പറയുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ പുതിയ തലമുറ വളരെയേറെ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ല, രക്ഷിതാക്കളെ ബഹുമാനമില്ല. കാരണം മൊബൈലും ഇന്റർനെറ്റും മതി അവർക്ക്. അതുമല്ല, മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ പ്രത്യേക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം ഉണ്ടാവുമ്പോൾ തെറ്റ് ചെയ്യാൻ ഭയപ്പെടും. സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് ഭൂമിയിൽ തന്നെയാണ്. പക്ഷെ നരകത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുമ്പോൾ തെറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് ഭയമുണ്ടാവും. നല്ലത് ചെയ്യാനാണ് കുട്ടികൾ ശ്രമിക്കുക. അതാണ് ഈശ്വര വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, തെറ്റിലേക്ക് വഴുതി പോകാതിരിക്കാൻ. അതുമാതിരി നല്ല രീതിയിലുള്ള ഒരു പുതിയ ഒരു ആശയം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുവാനും അവരെ പുതിയ തലമുറയെ നല്ല മൂല്യബോധമുള്ള കുഞ്ഞുങ്ങളായി വാർത്തെടുക്കുവാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. സമൂഹം വളരെയേറെ അപകടകരമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറ. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ട് അമ്മയെ കൊന്ന് രക്തം കുടിക്കുക, അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പത്രവാർത്തകളിലും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ പുതിയ തലമുറയെ രക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ചുമതലയാണ്. അതിൽ സൽബുദ്ധിയോടുകൂടി അവരെ പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നത് നമ്മൾ മുൻകൈ എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീമതി മഞ്ജുള അരുണൻ. അടുത്തതായി നിങ്ങൾക്കെല്ലാം